പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ നല്ല പ്രഭാതം. വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവവചന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഇന്നലെ മുതൽ നമ്മൾ ലേഖനങ്ങൾ അല്പമായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഒരു ലഘു വിവരണമാണ് ഇന്നലെ ശാന്തമായിട്ട് നൽകി തന്നത്. സമയത്തിൻ്റെ ലഭ്യത കൊണ്ട് ഇടയ്ക്ക് വെച്ചത് നിർത്തിയെങ്കിലും വീണ്ടും അത് പുനരാരംഭിക്കുന്നു. ആദ്യത്തെ പൗലോസിൻ്റെ ലേഖനങ്ങൾ രക്ഷാതത്വശാസ്ത്രപരമായ ലേഖനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. റോമർ 1-2 കൊരിന്ത്യർ. അടുത്ത 4 ലേഖനങ്ങൾ എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ഇത് ക്രിസ്തു തത്വശാസ്ത്രപരമായ ലേഖനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 തീമത്തിയോസ്, 2 തീമത്തിയോ, തീത്തോസ്. ഇത് സഭാ തത്വശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. സഭയിൽ നാം എങ്ങനെ ആയിരിക്കണം, സഭയിലൊരു വിശ്വാസിയുടെ നടപ്പ് എങ്ങനെയാണ്, സഭയിൽ ആർക്കാണ് സഭയ്ക്കകത്തുള്ള ആ ഒരു ജയജീവിതം നയിക്കാനായിട്ടുള്ള യോഗ്യതകൾ, ആ യോഗ്യതകൾ എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്, എല്ലാം ഈ ലേഖനങ്ങൾക്കകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഭാവി കാലപരമായ ലേഖനങ്ങൾ. 1-2 തെസ്സലോനിക്ക ലേഖനങ്ങളാണ് ഭാവി ശാസ്ത്ര, ഒന്നുകൂടെ പറഞ്ഞ അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ആ കാലഘട്ടം എന്ന് പറയുന്നത് യേശു കർത്താവ് ഇപ്പോൾ വരും, ഇപ്പോൾ തന്നെ സഭയെ ചേർക്കാനായിട്ട് വരും എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇഷ്ടംപോലെ ഭൂസ്വത്തുക്കളൊക്കെ ഉള്ളവരെന്ത് ചെയ്തു, അത് കൊണ്ടുവന്ന് ആ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ എന്ത് ചെയ്തു, വെക്കാനിടയായിത്തീർന്നു. അങ്ങനെ എല്ലാവർക്കും പൊതുവായിട്ട് വിഭജിച്ചൊക്കെ കൊടുത്തു. സന്തോഷകരമായിട്ട് ഇങ്ങനെ ജീവിച്ച് 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, വർഷങ്ങളിങ്ങനെ മുന്നോട്ട് പോവുക. ഇപ്പോൾ കർത്താവ് വരുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർ പതുക്കെ പ്രായമായി മരിക്കാൻ തുടങ്ങി. പലരും മരിച്ചു കഴിഞ്ഞപ്പോൾ പലരുടെ ഉള്ളിലെ ചിന്ത എന്തോന്നറിയാവോ, അയ്യോ കർത്താവ് വരുമെന്ന് പറയുകയും ചെയ്തു, വന്നതുമില്ല. ഈ മരിച്ചവരൊക്കെ എവിടെ പോയി, ഈ മരിച്ചവരൊക്കെ എവിടെയാ, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിൽ വിശ്വാസി മക്കൾ ഇങ്ങനെ കുഴയുന്ന സന്ദർഭങ്ങളിൽ പൗലോസ് ലേഖനം എഴുതുകയാണ്. എന്താണ്? നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിൻ്റെ കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഇത് പറഞ്ഞ ദൈവമക്കൾ എന്ത് ചെയ്യുന്നത്, തമ്മിൽ ആശ്വസിപ്പിക്കുന്നത്. യേശു കർത്താവ് വീണ്ടും വരും. യേശു കർത്താവിൻ്റെ വരവിലുള്ള ലക്ഷണങ്ങൾ എന്താണ്, യേശു കർത്താവിൻ്റെ വരവിന് മുമ്പ് നടക്കേണ്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? ഹല്ലേലൂയ, പറന്നിടുമേ ഞാനും എന്ന് പാടുന്നവർക്ക് എല്ലാവർക്കും പോകാൻ കഴിയുമോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ലേഖനങ്ങൾ പഠിക്കണം. 1 തെസ്സലോനിക്കർ, 2 തെസ്സലോനിക്കർ. ഈ ലേഖനങ്ങൾ പഠിച്ചാൽ നമ്മളിലുള്ള കുറവുകളും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്കൊന്നുകൂടെ ഈ ദൈവസഭയ്ക്കകത്ത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിച്ച് മണവാട്ടി സഭയായിട്ട് ഒരുങ്ങുവാനായിട്ട് കഴിയും. പൗലോസ് 1-2 തെസ്സലോനിക്കയ്ക്ക് എഴുതുകയാണ്. ഭാവിപരമായ ലേഖനങ്ങൾ. സ്തോത്രം. ഭാവി കാലപരമായ ലേഖനങ്ങൾ എന്ന് വെച്ചാൽ ഇതുവരെ ഇത് നടന്നിട്ടില്ല, എന്നാൽ നടക്കാൻ വേഗത്തിൽ സാധ്യതകളുണ്ട്. സ്തോത്രം. അടുത്തത് നിയമപരമായ ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം. അതിൽ എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ്റെ പേര് അവിടെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടില്ലെങ്കിലും വേദപണ്ഡിതന്മാർ ഒരു 90% ആൾക്കാരും പൗലോസ് തന്നെയാണ് എഴുതുന്നതെന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും നമ്മൾ ചേർത്ത് പഠിക്കുകയാണെങ്കിൽ 2 നിയമങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ന്യായപ്രമാണം എന്ന് പറയുന്ന നിയമം. അത് മോശയിലൂടെ സീനായ് മലയിൽ ലഭിക്കപ്പെട്ടു. 2, കൃപയുടെ പ്രമാണം എന്ന് പറയുന്ന പുതിയ നിയമം. അത് യേശു ക്രിസ്തുവിലൂടെ കാൽവറിയിൽ തുറക്കപ്പെട്ടു. ഈ 2 ഭാഗങ്ങൾ
അവൻ തരംതിരിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുന്ന ലേഖനങ്ങളാണ് ഗലാത്യ ലേഖനവും എബ്രായ. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ലേഖനങ്ങളും അതിൻ്റെ എഴുത്തുകാരൻ ആമേൻ പൗലോസ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്തോത്രം. മോശയിലൂടെ നൽകപ്പെട്ട ആമേൻ ന്യായപ്രമാണത്തെക്കാൾ ഉത്കൃഷ്ടമാണ്, ഉന്നതമാണ്, ഉദാത്തമാണ് യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമത്തിലെ രക്തത്തിലൂടെ നൽകപ്പെട്ട ആ കൃപയുടെ പ്രമാണം എന്ന് പറയുന്ന പുതിയ നിയമം. ആമേൻ. അതാണ് പൗലോസ് ഇതിനകത്തൂടെ സമർത്ഥിക്കുന്നത്, ഇതിനകത്തൂടെ വ്യക്തമാക്കുന്നത്. ആ പുതിയ നിയമസഭയുടെ ഭാഗമാക്കുവാൻ, യേശുവിൻ്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിട്ട് നമുക്ക് മാറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ആ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നെന്നും ഓർത്തുകൊണ്ട് ഓരോ ദിവസവും തല ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടെ അയ്യോ അതില്ലേ ഇതില്ലേ എന്നുള്ള പരാതി പറയാതെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജയജീവിതം നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇത്രയാ പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ. ബാക്കിയുള്ള പൊതുലേഖനങ്ങളാണ്. യാക്കോബ്, യൂദ വിശ്വാസപരമായ ലേഖനങ്ങളാണ് കേട്ടോ. ആമേൻ. 1-2 പത്രോസ് പ്രത്യാശപരമായ ലേഖനങ്ങളാണ് കേട്ടോ. ആമേൻ. 1-2-3 യോഹന്നാൻ സ്നേഹപരമായ ലേഖനങ്ങളാണ്. സ്തോത്രം. അങ്ങനെ 21 ലേഖനങ്ങളെ നമുക്ക് തരംതിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. നാളെ മുതൽ നമ്മൾ എഫേസ്യ ലേഖനം പഠിക്കുവാനായിട്ട് പോകുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല പ്രഭാതം. ഞങ്ങൾക്ക് ലേഖന ആമേൻ പഠന പരമ്പരയുടെ 2ാമത്തെ ഭാഗം ചിന്തിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. എത്ര വിശദമായിട്ട് ഈ ലേഖനങ്ങൾ ദൈവസഭയുടെ ആത്മീക ആരോഗ്യത്തിനായിട്ട് എഴുതപ്പെട്ടിരിക്കുമ്പോൾ പലപ്പോഴും ആമേൻ ഇതിലേക്ക് ഞങ്ങളെ കയറ്റാതെ, ഇതിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാതെ ഒരു കർത്താവെ ആമേൻ മുകൾ പരപ്പിലുള്ള ഒരു ജീവിതം നയിക്കുന്നതിലേക്ക് പോകാറുണ്ട്. കർത്താവെ, നല്ല ആഴത്തിലേക്ക് ഇറങ്ങുവാൻ അങ്ങ് ഞങ്ങളോട് ആമേ കാണിക്കുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം. ഈ വചന പഠന പരമ്പരയിൽ ഇളയനോടൊപ്പം പങ്കുചേരുന്ന എല്ലാവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യണം, അത്ഭുതങ്ങളെ ചെയ്യണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.